പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നല്ല പുൽത്തകിടികളിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. എപ്പോഴും നല്ലത് മാത്രം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന നല്ലിടയനായ ഈശോയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക. നമ്മളാകുന്ന അജഗണത്തെ എത്രമാത്രം കർത്താവ് കരുതുന്നു എന്നതിൻ്റെ അടയാളമാണ് നാം ഈ കേട്ട തിരുവചന ഭാഗം. എത്ര പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും ഒരു നല്ല മേച്ചിൽപ്പുറം നമുക്കായി കർത്താവ് ഒരുക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം നയിക്കപ്പെടട്ടെ. പലപ്പോഴും നമ്മുടെ ചിന്തകൾ മാനുഷികമായ തരത്തിൽ അല്പം താണതാണെങ്കിലും ഉയർന്ന ചിന്തകളാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ളത്. ആ ചിന്തകൾ നമ്മുടെ നന്മയ്ക്കും നമ്മുടെ വിശുദ്ധീകരണത്തിനും ഉതകുന്നതാണ്. ഈ നിമിഷം നമുക്കായി നല്ല മേച്ചിൽപ്പുറങ്ങൾ ഒരുക്കുന്ന കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർക്കാം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, വ്യക്തിജീവിതത്തെക്കുറിച്ച് പദ്ധതികൾ മെനയുന്ന കർത്താവ് നല്ല മേച്ചിൽപ്പുറങ്ങൾ നമുക്കായി ഒരുക്കി വയ്ക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.